നമസ്തേ. സംസ്ഥാനമൊട്ടാകെ ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് വിരുന്നുണ്ണാൻ പോയ മുഖ്യമന്ത്രി ചെയ്തത് ശരിയോ തെറ്റോ? ഇതാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ മുള്ളിൽ പോലും അതിനും മുകളിൽ നിർത്തുന്ന തരത്തിലേക്ക് ചർച്ചകൾ പോയിരിക്കുന്ന ഒരു കാര്യം. രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇവിടെ പോരാട്ടങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ രണ്ട് വിഭാഗങ്ങളായി പോരാട്ടങ്ങൾ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകേണ്ടത്? ഒരു വിഭാഗം ഉയർത്തിപ്പിടിക്കുന്നത് സഖാവ് പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന് ഈ ഒരു ഗതി വരില്ലായിരുന്നു എന്നാണ്. മറ്റുള്ളവർ പറയുന്നത്, മറ്റൊരു വിഭാഗം പറയുന്നത് അങ്ങനെയല്ല, വി.ഡി. സതീശൻ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള നീക്കമാണ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷം നടത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ജനങ്ങൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? എനിക്ക് മനസ്സിലായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുക. ഇതിൽ ഒരാളെയും വിമർശിക്കുകയോ ഒരു പക്ഷാപാതപരമായിട്ടുള്ള സംസാരങ്ങളോ അല്ല ഞാൻ പറയുന്നത്. എനിക്ക് തോന്നിയ ചില ന്യായങ്ങൾ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അതിൽ ഒരു ശരിയില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുരന്തങ്ങൾ ഒരുപാട് കണ്ടുപോയവരാണ് നമ്മൾ, പ്രത്യേകിച്ച് 2018 മുതൽ ഇങ്ങോട്ട്. അപ്പോ ഇതൊരു പുത്തരിയല്ല എന്ന് പറയേണ്ടുന്ന സാഹചര്യം നമുക്കുണ്ട്. എന്നാൽ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതുമാണ്. എന്തുകൊണ്ടാണ് അടിക്കടി ഓരോ വർഷവും നമ്മുടെ സംസ്ഥാനത്തിന് ഇത്രയേറെ ദുരന്തങ്ങൾ വാങ്ങേണ്ടി വരുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് വി.ഡി. സതീശനെ എല്ലാവരും ഇത്തരത്തിലെടുത്ത് പൊങ്കാല ഇടുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള ഇന്നലെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അവിചാരിതമായിട്ട് മൈക്ക് ഓഫ് ആയതുകൊണ്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് നന്നായി എന്ന് എനിക്ക് തോന്നി. കാരണം ഇന്ന് എന്നെ വല്ലാതെ അമ്പരപ്പിച്ച് കളഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് പറയുമെന്ന് കരുതിയ ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ഇരവാദം മുഴക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോ. എനിക്കറിയില്ലായിരുന്നു. നിങ്ങളത് നെറ്റി ചുളിക്കാൻ വരട്ടെ. മാധ്യമ പ്രവർത്തകർ ചോദിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായി ഉത്തരമുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭരണം വന്നതിന് ശേഷം വിമർശിക്കുന്നവർ മുഴുവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിനോട് ചോദിക്കുന്ന കാര്യത്തിന് കൃത്യമായിട്ട് ഉത്തരം നൽകാറില്ല. മറിച്ച് മറുചോദ്യങ്ങൾ ചോദിക്കുകയും ഈ മാധ്യമ പ്രവർത്തകരെ മുഴുവനും വല്ലാത്തൊരു അന്താളിപ്പിലാക്കിയിട്ട് അദ്ദേഹം പോവുകയുമാണ് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ അപ്പോഴൊന്നും എനിക്ക് തോന്നാത്ത ഒരു കാര്യം ഇന്ന് തോന്നി എന്നുള്ളത് വാസ്തവമാണ്. അതിന്റെ പേരിൽ ഇനി നിങ്ങൾ എന്നെ പൊങ്കാലയിട്ടാലും ശരി, പറയാനുള്ളത് പറയാതിരിക്കാൻ തരമില്ല. നമുക്കറിയാം, അദ്ദേഹം ഭക്ഷണം കഴിച്ചതിനെ ഈ സംസ്ഥാനത്തെ ഒരു ജനതയും ചോദ്യം ചെയ്യില്ല എന്നുള്ളത്. അദ്ദേഹം ഭക്ഷണം കഴിച്ചതിനെ അല്ല വിമർശിച്ചത്, മറിച്ച് അദ്ദേഹം വിരുന്നുണ്ണാൻ പോയതിനെയാണ്. രണ്ടും രണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ 2018 അദ്ദേഹം നിരാഹാരം ഇരുന്നിരുന്നു. അതായത് പിണറായി വിജയൻ നിരാഹാരം ഇരുന്നിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും അദ്ദേഹം നിരാഹാരം ഇരുന്നിരിക്കാനുള്ള വഴിയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ 3rd സ്റ്റേജ് ആയിരുന്നപ്പോൾ പോലും അദ്ദേഹം ക്യാമ്പ് ചെയ്ത് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചു എന്നുള്ളതാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും ഒക്കെ വരുന്നുണ്ട്. എന്തായിരുന്നു പിണറായി വിജയൻ, എന്താണ് വി.ഡി. സതീശൻ, അത് ഇകഴ്ത്തി കാണിക്കാനായിട്ട് രണ്ട് കൂട്ടരും നടത്തുന്ന പല ശ്രമങ്ങളുടെയും ഭാഗമാണ്. പക്ഷെ എനിക്ക് അതിലേക്ക് പോകേണ്ടുന്ന ആവശ്യമില്ല. കാരണം അത് ചിലർ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ മാത്രം പറയാം. ഇപ്പോ ഈ പറയുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. ഭക്ഷണം അത് കഴിക്കാൻ പാടില്ലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം എന്നെ വേട്ടയാടുന്നു എന്ന് ചോദിക്കുന്നു. അദ്ദേഹം ഹെലികോപ്റ്റർ ഉപയോഗിച്ചു, അതിനെ ചോദ്യം ചെയ്തു കേരള ജനത. മാധ്യമ പ്രവർത്തകരുടെ ഈ ചോദ്യങ്ങളെല്ലാം
ഒന്നടങ്കം അദ്ദേഹത്തോട് കേരള ജനതയ്ക്ക് ചോദിക്കേണ്ടുന്ന ചോദ്യമായിരുന്നു. അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒരു ഔദ്യോഗിക പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ ചിപ്സൺ എയർവേസിന്റെ ഈ ഒരു വിമാനം ഉപയോഗിച്ചത്, ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്നാണ്. ശരിയാണ്, പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിന് ഒരു തവണ അദ്ദേഹം പോയിട്ടുണ്ട്. പിണറായി വിജയൻ പക്ഷക്കാരി എന്നൊന്നുമല്ല കേട്ടോ. അദ്ദേഹത്തെ ഇതിനു മുമ്പും ഇരുന്നിരുന്ന ഇടത്തെല്ലാം ഞാൻ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചെയ്തികളെ. എനിക്ക് ഇഷ്ടമല്ലാതെ വന്ന, പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാതെ വന്ന സാഹചര്യങ്ങളിലെല്ലാം ഞാനത് പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഒരു തവണ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതും തുറന്നു പറയുന്നത്. നിങ്ങൾക്കും അറിയാം, ഒരു തവണ പോയിട്ടുണ്ട്. അദ്ദേഹം ഒരു തവണ പോയതുകൊണ്ട്, പാർട്ടി സമ്മേളനത്തിന് പോയതുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി സാക്ഷാൽ വി ഡി സതീശൻ അമ്മായി അച്ഛനെ കാണാൻ ആലുവയിലെ കാരോത്തുകുഴി ഹോസ്പിറ്റലിലേക്ക് ഹെലികോപ്റ്ററിന് വരണമായിരുന്നു. ഒടുവിൽ അതിന് ഇറങ്ങാനുള്ള സാഹചര്യമോ ഒന്നുമില്ലാതെ 4 മണിക്കൂറാണ് അല്ലെ, ഏതാണ്ട് 4 മണിക്കൂറോ മറ്റോ പോയി. സത്യത്തിൽ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരാൻ ഇത്രയും സമയമല്ലേ വേണ്ടിയിരുന്നുള്ളൂ. മാത്രമല്ല, ഈ ഹെലികോപ്റ്റർ മറ്റ് ഉദ്യോഗസ്ഥർക്കോ വകുപ്പ് മന്ത്രിമാർക്കോ ഒക്കെ, റവന്യൂ മന്ത്രിക്കോ DGPക്കോ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഉള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടുന്നവർക്ക് വേണ്ടിയിട്ട് നൽകിയിരുന്നെങ്കിൽ ഇന്ന് ഈ ചോദ്യം കേരള ജനത ചോദിക്കുമായിരുന്നില്ല. തിരിച്ച് അദ്ദേഹം ഈ ഇത്തരത്തിൽ ഇരവാദം മുഴക്കുന്നത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കരച്ചിലായിട്ടാണ് തോന്നിയത്. മലബാറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം അങ്ങനെയാണ്, അതങ്ങനെ മറ്റൊരു അടുത്തുള്ള വീട്ടിൽ ഒരുക്കിയിരുന്നു. ശരിയാണ് നേതാവേ, നിങ്ങൾ ഭക്ഷണം കഴിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് സാധാരണക്കാരനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലായിരിക്കണം എന്നുള്ള ഒരു ചിന്ത 102 സീറ്റ് നൽകി വിജയിപ്പിച്ച സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നിപ്പോയതാണ് ഇവിടെ പ്രശ്നമെന്ന് തോന്നുന്നു. അതല്ലേ സത്യത്തിൽ സംഭവിച്ചത്? അങ്ങ് ഭക്ഷണം കഴിച്ചു, അങ്ങയുടെ ഭാര്യ പിതാവിനെ കാണാൻ വരണമായിരുന്നു, ഇതെല്ലാം ചെയ്യേണ്ടതാണ്. പക്ഷേ മുതലപ്പുഴയിൽ എത്ര പേരെ കാണാതെയായി? അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് അങ്ങ് ഇങ്ങനെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് പാനിക്കായി നിലവിളി ശബ്ദമോടുകൂടി സംസാരിച്ചാൽ എങ്ങനെയാണ്? ഇനി കിടക്കുകയാണ് 5 വർഷം നീണ്ടു നിവർന്ന്. നമ്മൾ പറയില്ലേ, നാഷണൽ ഹൈവേ പോലെ കിടക്കുകയാണ് 5 വർഷം. ഓരോ വർഷവും പേമാരി വരും, ഓരോ വർഷവും ദുരിത പെയ്ത്ത് വരും. അപ്പോ ഇതിനെല്ലാം അതിജീവിക്കണ്ടേ? അതുപോലെ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും ഒരു സീരിയസ്നെസ് തോന്നി? അങ്ങ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സംവിധാനങ്ങൾ, ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നൽകാൻ പറ്റുന്ന മുന്നറിയിപ്പുകളാണ് നൽകിയതെന്ന്. CMA ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെയൊക്കെ മൊബൈലില് ഓരോ സമയത്തും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് തന്നെ ഉണ്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ട നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞാൽ മതിയോ? അതല്ലേ കേരളം ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞാൽ മതിയോ? ഈ കഴിഞ്ഞു പോയ 2018 മുതൽ തുടങ്ങിയ ഈ ദുരിതപ്പെയ്ത്ത് ഓരോ വർഷവും ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന കേരള ജനതയോട് അങ്ങ് ഇത് അറിയാമായിരുന്നില്ല എന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ അബദ്ധമല്ലേ? 2016 ഒരു ടേമിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നു, 2ാം ടേമിലും അധികാരത്തിൽ വരുന്നു. അദ്ദേഹം ചെയ്തതിൽ പോലും വീഴ്ച വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പൊ ജനം ഓർക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ക്യാമ്പുകളിൽ നിന്ന് കേൾക്കുന്ന ദീനരോധനങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം ഞൊടിക്കുന്ന സമയത്ത് DYFI, SFI എന്ന് വേണ്ട സകല ജനങ്ങളും ഒരു കുടക്കീഴിൽ അണിനിരന്നു. അവിടെ ക്യാമ്പുകളിൽ എത്തിയ ഒരാൾക്ക് പോലും ഒരു കാര്യത്തിനും ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല. അത് സമ്മതിച്ചു തന്നെ ആകണം. അതിനുശേഷം പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് നടന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മലയാളികൾക്കൊരു പ്രത്യേക അല്ലെങ്കിൽ ഒരു സവിശേഷതയുണ്ട്. കാരണം ദുരന്തം വരുന്ന സമയത്ത് നമുക്ക്
ഒന്നിച്ചിറങ്ങാൻ പറ്റും. അന്ന് നമുക്ക് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഉപജാതിയില്ല, പണമുള്ളവനെന്നില്ല, പണമില്ലാത്തവനെന്നില്ല. പക്ഷേ ആ ഒരു പീക്ക് ടൈം കഴിഞ്ഞാലുണ്ടല്ലോ, മലയാളി വളരെ കൃത്യമായിട്ട് വിഘടിച്ച് മാറി നിൽക്കും. എന്നാൽ ഈ സമയത്ത് നടക്കുന്ന രാഷ്ട്രീയങ്ങൾ അപ്പാടെ മനസ്സിലേക്ക് എടുക്കുകയും ചെയ്യും, അവലോകനം ചെയ്യുകയും ചെയ്യും, മാറ്റി നിർത്തേണ്ടവരെ മലയാളി മാറ്റി നിർത്തുകയും ചെയ്യും. ആ മാറ്റി നിർത്തലായിരുന്നു 102 സീറ്റ് UDF-ന് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം. UDF പണിയെടുത്തത് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കാത്ത ഒരു വളരെ ഭൂരിഭാഗം പേരെയും എനിക്കറിയാം. ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണ്. അപ്പോ ആ ആ ചെയ്തതിൽ പോലും നിങ്ങൾക്കറിയാമല്ലോ, തലേ ദിവസം രാത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഡാം തുറന്നു വിട്ട സമയത്ത് വിമർശിച്ചവരാണ് നമ്മൾ. ആ വിമർശിച്ചവരുടെ മുന്നിലേക്ക് അങ്ങ് യാതൊരു സംവിധാനങ്ങളും ഇല്ല എന്ന് പറയുമ്പോ അന്നുണ്ടായിരുന്നത് ഒരുപക്ഷെ ഇതിനേക്കാൾ കുറവുള്ള സംവിധാനങ്ങളായിരിക്കില്ലേ? അതെല്ലാം മനസ്സിലാക്കിയ ജനതയോട് അങ്ങ് ഒരിക്കലും വന്ന് ഇത്രത്തോളം ഇത്രത്തോളം താഴ്ന്ന് സംസാരിക്കരുതായിരുന്നു മുഖ്യമന്ത്രി. അങ്ങയോട് ഒരുപാട് സ്നേഹവും ഒരുപാട് ബഹുമാനവും ഒക്കെയുണ്ട്. ഒക്കെയുണ്ട്. പക്ഷേ അങ്ങയ്ക്ക് ചില കാര്യങ്ങളിൽ ഒരു മുൻകരുതൽ എടുക്കാൻ വിട്ടുപോയി. ഒന്നുമില്ലെങ്കിലും ഇപ്പോ ഓരോ മലയാളിയും ഓരോ വർഷവും ഇത്തരത്തിൽ മഴ സാഹചര്യങ്ങൾ വരുമ്പോൾ അവന്റെ എല്ലാ വേണ്ടപ്പെട്ട കാര്യങ്ങളും എടുത്തു വെക്കുന്ന ഒരു പതിവുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒരിക്കൽ അവൻ ആ ദുരന്തത്തിൽ പെട്ടുപോയതിന്റെ മുന്നറിയിപ്പുകൾ അവനിലേക്ക് അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അവൻ അതിനെ കരുതലോടെ ഇരിക്കുന്നത്. ഇതെല്ലാം കണ്ട് 2 ടേമിലും കണ്ട് ഓരോ തവണയും 2018 സമാനമായി പിന്നീട് ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഓരോ തവണയും നമുക്ക് കാണാം അല്ലെ, ഉരുൾപൊട്ടലുകൾ, മലയിടിച്ചിൽ, എന്തെല്ലാം ദുരിതങ്ങൾ, എന്തെല്ലാം ദുരിതങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഒരുമിച്ച് നിന്നു, പടുത്തുയർത്തി നമ്മുടെ കേരളത്തെ. അതൊന്നും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഇതെല്ലാം കണ്ട് ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് പഠിച്ച് ജനം തന്നെ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ, പ്രതിപക്ഷത്ത് അന്നിരുന്ന പാർട്ടി ഇന്ന് ഭരണപക്ഷത്തിരിക്കുമ്പോൾ അവർക്ക് ഇതൊന്നും മാനേജ് ചെയ്യാൻ അറിയില്ല എന്നുള്ള ഒരു തോന്നൽ വന്നാൽ 5 വർഷത്തിന് ശേഷം ഒരു തിരഞ്ഞെടുപ്പുണ്ട് നേതാവേ, അന്ന് നിങ്ങൾ തോറ്റുപോകരുത്. ഇപ്പോ ജനങ്ങളുടെ മനസ്സിലേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് തെറ്റ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ട് സംഭവിച്ചിട്ടുണ്ട്, വീഴ്ചകൾ വന്നിട്ടുണ്ട്, പാർട്ടി അടക്കം അത് വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞപ്പോൾ, ഒരുമിച്ച് ഇതിനെ മറികടക്കാം എന്നുള്ള ഒരൊറ്റ വാക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ കേരളം അണിനിരന്നിരുന്നു. ഈ മഴക്കാലക്കെടുതിയുടെ സമയത്തും നമുക്ക് ഒരുമിച്ച് ഇതിനെ നേരിടണമെന്ന് കേരള ജനതയോട് അങ്ങ് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് കേൾക്കുന്ന ഈ ശബ്ദങ്ങളുണ്ടല്ലോ, എതിർ ശബ്ദങ്ങൾ, അതുണ്ടാകുമായിരുന്നില്ല. ഉറപ്പ്, 100% ഉറപ്പ് അതുണ്ടാകുമായിരുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.